കാലുകുത്താനിടമില്ലാതിരുന്ന ഓണച്ചന്തകളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. പുലർച്ചെ തുടങ്ങി രാവേറെ നീളുന്ന ക്യൂ അപ്രത്യക്ഷമായി. അവശ്യ സാധനങ്ങളുടെ ഒഴിഞ്ഞുകിടക്കുന്ന കൗണ്ടറുകളും പുതുക്കിയ വിലവിവര പട്ടികയും ഇതിനുള്ള ഉത്തരമാണ്. കഴിഞ്ഞ 16 രൂപയ്ക്കായിട്ട് കിട്ടിയിരുന്ന അരിയാണത്. ഇപ്പൊ 25 രൂപയാണ് ജയക്ക്. അരിക്കും മുളകിനും വെളിച്ചെണ്ണയ്ക്കും സർക്കാർ നൽകി വന്ന സബ്സിഡി എടുത്തുകളഞ്ഞത് സാധാരണക്കാരന് ഇരുട്ടടിയായി. സപ്ലൈകോ വിപണികളിൽ പഞ്ചസാരയും പയറും ഉലുവയും തുവരപ്പരിപ്പും തുടങ്ങി പലവ്യഞ്ജനങ്ങൾ പലതും കിട്ടാനുമില്ല. ഈ ഓണക്കാലം സപ്ലൈകോ തൂക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല. വിലവർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും സപ്ലൈകോയുടെ ഇടപെടൽ ഫലപ്രദമായി. വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് സപ്ലൈകോ കൈവരിച്ചിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുവരവ് 319 കോടി രൂപയാണ്. 10 വർഷത്തെ ഇടവേളകളിലെ 2 ഓണക്കാലത്തെ വിപണി ഇടപെടലുകളുടെ നേർക്കാഴ്ചയാണ് നാം കണ്ടത്. പൊതുവിപണിയിൽ ഇടപെടേണ്ട ഒരു സ്ഥാപനത്തെ 2 കാലയളവുകളിലെ സർക്കാരുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. 2014 നിന്നും 2025 എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊതുവിതരണ സംവിധാനം ഇങ്ങനെ ശക്തിപ്പെട്ടത്? 2016-17 ശേഷം 1466.78 കോടി രൂപയാണ് വിപണിയിലെ ഇടപെടലുകൾക്കായി 1ഉം 2ഉം പിണറായി സർക്കാരുകൾ സപ്ലൈകോയ്ക്ക് നൽകിയത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് 385 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ വഴി നടന്നത്. കേരളത്തിലെ 56.73 ലക്ഷം കാർഡുടമകളും സപ്ലൈകോയുടെ സേവനം കഴിഞ്ഞ ഓണക്കാലത്ത്